നടപടിയായിരിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ആക്ഷൻ എടുക്കും, ഒരു സംശയമില്ല എടുക്കും. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് ആർ സി ഓണർ അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം, മക്കൾക്ക് ഓടിക്കാം, അനിയൻ ഓടിക്കാം, ചേട്ടൻ ഓടിക്കാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. നമ്മൾ നാട്ടിൽ പലരും 5-6 വണ്ടി വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാണെങ്കിൽ ഒരുത്തൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കുക, ആ പിടിച്ചു വെച്ചേക്കുന്ന വണ്ടി റെൻ്റ് കാറായിട്ട് കൊടുക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ വക പരിപാടികൾ അനുവദിക്കില്ലെന്നാണ്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നോ പിടിക്കുമെന്നോ അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ വരുന്ന വാർത്തകൾ. അങ്ങനെയല്ല എൻ്റെ കാരണം. ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരാരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ചു വാങ്ങിച്ച് വയ്ക്കും. പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. നിങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് റെൻ്റ് കാർ നടത്താമല്ലോ. അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നടത്താം, ഒരു തടസ്സവുമില്ല. നിയമപരമായിക്കോട്ടെ. പിന്നെ ഈ നാട്ടിലുള്ള മറ്റ് ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. അവരോട് പോലീസ് ചോദിക്കും, അവരോട് മോട്ടോർ വെഹിക്കിളുകാർ ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന ആൾ വണ്ടി പിടിച്ച് വെച്ച് ഫൈനാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ആക്ഷൻ എടുക്കും, ഒരു സംശയമില്ല എടുക്കും.